ആള് ഭയങ്കര കക്ഷിയാണല്ലോ. ആ, ആരും വീണുപോകും വാചകത്തില്. അത്ര നാച്ചുറൽ ആയിട്ടാ വെച്ച് കാച്ചുന്നത്. എന്തായാലും ഒരു കാര്യം സൂക്ഷിക്കണം. ആളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, വർക്ക് ചെയ്യുന്നത് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ. ഈ ഫോട്ടോഗ്രാഫ്സ് നാളെ അയാൾ വല്ല പരസ്യത്തിന് ഉപയോഗിച്ചാലോ? ഇത്രയൊക്കെ കള്ളത്തരം കാണിക്കുന്ന ഒരുത്തൻ അതിനും മടിക്കില്ല. വല്ല സാനിറ്ററി നാപ്കിന്റെയും പരസ്യത്തിൽ നാളെ നിന്റെ ഫോട്ടോ കണ്ട പിന്നെ എന്നാ പിന്നെ ഞാൻ അവനൊന്ന് കൊടുക്കും. നോക്ക്, അവന്റെ ഓഫീസിൽ ചെന്ന് ആ ഫോട്ടോഗ്രാഫ്സിന്റെ നേറ്റീവ് തിരിച്ചു വാങ്ങുന്നത് നല്ലത്. അത് അവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം പേടിക്കണം. യു കറക്റ്റ്. നാളെ ഞാൻ പോവാം. നീൽ കമൽ, അതാണ് ഏജൻസിയുടെ പേര്. Hello, Neel Kamal. May I know who's on the line? Yes. Sir, there's a call for you. Can I help you? I'd like to meet Mr. Raghupati. You mean a photographer? Yes. Please sit, I'll call him. Thank you. There's a visitor for you, sir. Hello, I am Raghupati. Sorry, but I'm looking for Raghupati. He's a Malayali. ഞാനും മലയാളിയാണ്. Oh, പക്ഷേ വേറൊരാൾ രഘുപതി ഇവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. നീൽക്കമലിൽ ഞാനെന്ന രഘുപതി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാംഗ്ലൂരിലെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലും ഒരു രഘുപതിമാരും വർക്ക് ചെയ്യുന്നില്ല. ഐ മീൻ ഫോട്ടോഗ്രാഫറായിട്ട്. എന്താ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? സോറി, എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. സോറി ഫോർ ദ ട്രബിൾ. ഹലോ, ഞാനാണ്. യു ചീറ്റ്. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കാണല്ലേ? ലുക്ക്, ഇനി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലേ തന്റെ തമാശ തീരൂ. ഇതാണ് അതിന്റെ കുഴപ്പം. മനോഹരമായ മൂക്കിന്റെ അറ്റത്ത് കോപം കൊണ്ട് നടക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞാലും അത് പെശകാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന നിങ്ങൾ എന്തിന് എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു? ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഫോട്ടോഗ്രാഫിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഇല്ല, ബന്ധമില്ല. പക്ഷേ ഞാനൊരു കലാകാരനായി പോയത് എന്റെ തെറ്റാണെങ്കിൽ ആ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നു. നിങ്ങൾ ആരാ? എന്റെ പേര് മോഹൻ തരകൻ. തരകൻസ് കൺസ്ട്രക്ഷൻ സിറ്റിയിലെ നമ്പർ 1 ആണ്. നഗരത്തിന്റെ പുതിയ മുഖം പണിയുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ മീൻസ് ഞാനും എന്റെ സ്റ്റാഫും. പുതിയ കള്ളം അല്ല, ഒരുപാട് പഴയ സത്യം. വിശ്വാസാവില്ല എന്ന് എനിക്കറിയാം. എന്ത് കുന്തായാലും എനിക്ക് ആ ഫോട്ടോസിന്റെ നെഗറ്റീവ്സ് വേണം. തരാമല്ലോ. പക്ഷെ ഇന്നും നാളെയൊക്കെ ഞാൻ വളരെ ബിസിയാണ്. ബിസി എന്ന് പറഞ്ഞാൽ നന്ദന്റെ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ വരാം നിങ്ങളുടെ ഓഫീസിലേക്ക്. യു ആർ വെൽക്കം. ഞാൻ ഓഫീസ് നമ്പർ തരാം, ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് വരൂ. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നല്ലേ? സഹിച്ചോളാം. നമ്പർ തരൂ. 564636. ഓ, കാത്തി വളരെയധികം ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. Sorry, sir. എവിടുന്ന് വാങ്ങിച്ചതാണ്? ഞാൻ തന്നെ. ഇപ്പൊ സംശയം മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ അല്പം ബിസിയാണ്. ആഫ്റ്റർനൂൺ വിളിക്കുമല്ലോ പ്ലീസ്. വിളിക്കുമെന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. Who, sir? കഭി കഭി. നീ വിളിച്ചപ്പോ അയാൾ തന്നെ എടുത്തത്? പിന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഒരു പെൺകുട്ടി, സെക്രട്ടറിയോ മറ്റോ, ഈവനിങ്ങില് താജിലെ റെസ്റ്റോറന്റിൽ കാണാന്ന് പറഞ്ഞു. ആള് ഭയങ്കര ബിസിയാണത്ര. എന്തോ എനിക്കിപ്പോഴും സംശയം വിടുന്നില്ല. നീ ആ നമ്പർ ഡയറക്ടറിയിൽ നോക്കിയോ? നോക്കിയെന്നേ. തരകൻസ് കൺസ്ട്രക്ഷന്റെ നമ്പർ അത് തന്നെയാണ്. എന്തായാലും ഈ പ്രാവശ്യം കൂടി നമുക്കൊന്ന് നോക്കാം. എനിക്ക് മനസ്സിലാവാത്തത് നിന്റെ ഈ ക്യൂരിയോസിറ്റിയാ. ഇതിങ്ങനെ കയറി ഡെവലപ്പായ നല്ല സ്റ്റൈല റൊമാൻസിന് വകയുണ്ട്. ഏയ്, ഇത് നന്ദയാ. ഒരു എന്താ ഇപ്പൊ പറയാ, ആരാ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതുണ്ട്. അത്രയും മാത്രം. എന്തായാലും കക്ഷി കൊള്ളാം. നിന്നെ ശരിക്കും ഇട്ട് കറക്കില്ലേ? റിസപ്ഷനിൽ ചോദിച്ചാലോ? അതാ നല്ലത്. ചിലപ്പോ ഏൽപ്പിച്ചാണോ?
നീ ഇരിക്കാം. ഹലോ ഡോക്ടർ, ഹലോ. എന്താ ഇവിടെ? വെറുതെ ഒരാളെ കാണാൻ. മനസ്സിലായില്ല? പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങളാണോ മിസ്റ്റർ തരകൻ? മോഹൻ തരകൻ? അയ്യോ അല്ല, എന്റെ പേര് ഖൊമേനി എന്നാണ്. അയത്തുള്ള ഖൊമേനി. കേട്ട് കാണും. ആരെയാ നോക്കുന്ന? ഒരാൾ ഇങ്ങോട്ട് കയറി ഹെഡ് ചെയ്തു. മനസ്സിൽ മുഴുവൻ ആ മനുഷ്യനായതുകൊണ്ട് ഞാൻ ചോദിച്ചു തരകനാണോന്ന്. അല്ലാന്ന് പറഞ്ഞെങ്കിലും അയാള് അത് കള. നമ്മുടെ കക്ഷി റൂമിലുണ്ട്. ലൈൻ ബിസി ആയതുകൊണ്ട് റിസപ്ഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. റൂമിലുണ്ടെന്ന് പറഞ്ഞോ? അതേനെ. അങ്ങനെ നമ്മൾ അയാളെ വിശദമായി മീറ്റ് ചെയ്യാൻ പോകുന്നു. മിസ്റ്റർ മോഹൻ തരകൻ. യെസ്, മോഹൻ തരകൻ ഹിയർ. കണക്ട് മീ പ്ലീസ്. ഹലോ ഹലോ, അപ്പച്ചനാന്നോ? ഞാനാ മോഹനാ. അതെ, ബാംഗ്ലൂരിൽ നിന്നാ. അപ്പച്ചോ, തോമസ് ഊട്ടിയുടെ കൊടുത്തയക്കാന്ന് പറഞ്ഞ കാശ് വന്നില്ലല്ലോ. ഇച്ചിരി ടൈറ്റാ. എപ്പോ ലൂസാകുന്നു? അപ്പച്ചൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വൈകാതെയാണെങ്കിൽ എത്തിച്ചേക്കാന്നേ. ഇതെന്നാ പറച്ചില്ല? വാക്കാന്നേ. അമ്മച്ചിയുടെ കയറോട്ട് കൊടുത്താട്ടെ. സുഖാ അമ്മച്ചി. 4 പേര് കഴിഞ്ഞ് പോയോ? എന്താ വത്സമ്മ വന്നിട്ടുണ്ടോ? അതും പേരാ? നടക്കട്ടെ നടക്കട്ടെ. പിന്നെ അളിയന്മാരൊക്കെ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് അയച്ചേക്കല്ലേ. പിന്നെ അപ്പച്ചനോട് കട്ടായി. വല്ല മാർവാടിയായിട്ടുള്ള ഇടപാടാ നല്ലത്. അപ്പനാന്ന് പറഞ്ഞിട്ടെന്താ, കാശിന്റെ കാര്യത്തിൽ മഹാ കഞ്ചൂസാ. അപ്പൊ ഐസക്ക് എന്താ പറഞ്ഞേ? അതിന് എന്നെ ഒന്നും പറയാൻ അനുവദിച്ചില്ലല്ലോ. ഐസക്കേ, ഒരു മിനിറ്റ്. ഹലോ, ഞാൻ നന്ദയാണ്. വീട് കിട്ടിയില്ല കേട്ടോ. വേണ്ട, ശബ്ദം മാറ്റി ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ താഴെ റിസപ്ഷനിൽ നിന്നാ സംസാരിക്കുന്നത്. ഇതേതായി കൊച്ച്? നിങ്ങൾ ആരാ? ഏത് മുറിയാ വേണ്ടിയേ? എന്നതാന്ന് വെച്ചാ തെളിച്ചു പറ. നിങ്ങൾ ആ നെഗറ്റീവ് കൊണ്ട് താഴെ വരണം മിസ്റ്റർ. ഹലോ ഹലോ ഹലോ. വെച്ചോ. ഇതെന്താ കേസ് കേട്ടാ? നെഗറ്റീവോ? എന്താ? ആരാ വിളിച്ചേ? എന്റെ ഐസൊക്കെ എന്നാന്നറിയത്തില്ല. ഒരു പെങ്കൊച്ച് വിളിച്ചേച്ച് ഏതാണ്ട് നെഗറ്റീവോ. നില്ലേ, ഞാനത് പോയി നോക്കിയേച്ച് വരാം. ഇതിനാ എങ്ങോട്ടാ മുങ്ങിയത്? എവിടെ പോകുന്നു? റിസപ്ഷൻ വരെ. എന്ത് കുരിശാന്നു. ഒരു പെങ്കൊച്ച് വിളിച്ചേച്ച് എന്തോ നെഗറ്റീവ് കൊണ്ട് ഇല്ലാൻ പറഞ്ഞു. അവക്ക് എന്തോ ഒരു അസുഖം നോക്കട്ടെ. അല്ലേ അല്ലേ അല്ലേ. ആരാ സുനിലെ ഒരു പെങ്കൊച്ച് വിളിച്ചത്? ഇവരാ സാർ. ഞാനാണ് മോഹൻ തരകൻ. സഹോദരിക്കാണോ എന്തോ നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞത്? അല്ല, സോറി സർ, ഐ മേഡ് എ മിസ്റ്റേക്ക്. എനിക്ക് ആളെ തെറ്റി. സോറി, ഐ എം റിയലി സോറി. അത് വലിയ സൗകര്യമാണല്ലോ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട്. മനുഷ്യനാണെങ്കിൽ ആ ടെൻഷൻ പുറത്ത് നിൽക്കുമ്പോഴാ. കണ്ടിട്ട് വലിയ അസുഖമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോറി മാഡം, ഇതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് കാത്തു നിൽക്കായിരുന്നു ഞാൻ. എന്താ? 2 റോൾ നെഗറ്റീവാ. ആര് തന്നു ഇത്? അയാളുടെ പേരെനിക്കറിയില്ല. പലരും പല പേരിലാ വിളിക്കണേ. അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ സ്ഥിരമായിട്ടൊരു പേര് അല്ലേ? നിങ്ങളിത് വാങ്ങൂ, എനിക്കൊരുപാട് ജോലി വേറെയുണ്ട്. ഇല്ല, നിങ്ങളിത് ഏൽപ്പിച്ചത് ആരാണെന്ന് അറിയാതെ എനിക്കിത് വേണ്ട. എന്താ പറയാ, നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. അയാൾക്ക് സിറ്റിയിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആളൊരു വിചിത്ര സ്വഭാവിയാ. ശരി, എനിക്കറിയോ. ഞാൻ വരട്ടെ, ഞാൻ ഒരുപാടായി. കണ്ടോൺമെന്റ് റോഡിലുള്ള ഗംഗോത്രി, അതാ റെസ്റ്റോറന്റിന്റെ പേര്. ഞാൻ വരട്ടെ. പോന്നോ? ഇനി ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആളിന്റെ വായിന്നൂടെ വല്ലതും കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവാലോ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു കഥാപാത്രം. പിന്നെ അയാളെ തേടിപ്പോ. ഇല്ല, എന്റെ മനസ്സ് പറയുന്നു അവിടെ അയാളുണ്ടാവും. ഒരു തവണ കൂടി പ്ലീസ് വിമല. ഞാൻ വരാം. പക്ഷേ ഒരു ചോദ്യത്തിനും കൂടി എനിക്ക് ഉത്തരം കിട്ടണം. സത്യം പറയും, ഇത്രയൊക്കെ ഇട്ട് കറക്കിയിട്ടും അയാളെ കാണണം, ആരാണെന്ന് അറിയണമെന്നുള്ള വാശി എന്താ കാര്യം? പിടിതരാതെ ഒഴിഞ്ഞു മാറുമ്പോ, പുറകെ ഓടി തളരുമ്പോ എനിക്ക് പിന്തിരിയാനല്ല തോന്നുന്നത്. മാരീജന്റെ കഥയുണ്ട്. മാനായി വന്ന് സീതയെ വഞ്ചിച്ചു. അറിയോ അത്? നോക്കാം. Can I help you?
അക്കല്ലെങ്കിൽ എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ് വല്ലതും? ഓഹോ, മലയാളികളാണല്ലേ. നല്ല ഒന്നാം തരം ഫ്രഷ് ജ്യൂസ് ഉണ്ട്, എടുക്കട്ടെ. ഓക്കെ. ആരാ ഇതിന്റെ ഓണർ? ഹസൻ, ഹസൻ ബായ് എന്ന് വിളിക്കും. എന്താ മാഡം, ഒരു മുസ്ലിമിന്റെ റെസ്റ്റോറന്റിന് എങ്ങനെ ഗംഗോത്രി എന്ന് പേര് വന്നു എന്നാണോ? ഇസ്ലാം ഹസന് മതമാണ്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് എത്താനുള്ള മാർഗം. പക്ഷേ ഭാരതം എന്ന് അതിരിക്കട്ടെ, ഈ ഹസൻ ബായ് ഒന്ന് കാണാൻ പറ്റുമോ? അത് ഞാൻ തന്നെയാണ്. മുസാമ്പി ആകാം, അല്ലെങ്കിൽ ആപ്പിളുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ ഏതാ നല്ല പഴവിരിക്കുന്നത്. നന്ദ, എന്താ ഇത്? ഡോണ്ട് ബി സില്ലി. അയാൾ എന്തിനാ വിമല എത്ര ക്രൂവലാവുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നന്ദ, നീ ഇങ്ങനെ സെൻസിറ്റീവ് ആയാലോ? അല്ല, പോവാണോ? ജ്യൂസ് റെഡിയാവുന്നു. നിങ്ങൾ അയാളുടെ ആളാണ്, എല്ലാരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോടെല്ലാം? അയാളെ കാണുമ്പോ പറഞ്ഞേക്കൂ, എല്ലാം ഭംഗിയായിരുന്നു, അയാൾ ഉദ്ദേശിച്ച പോലെ ഞാൻ തോറ്റുന്നു. പക്ഷെ ഇനിയില്ല, ഇനിയും പുറകെ അലഞ്ഞു തിരിയാൻ എനിക്ക് വയ്യ. ഇപ്പൊ എന്താ, അയാളെ കാണണോ? വേണ്ട, എനിക്ക് കാണണ്ട. കാണണം, കണ്ടേ പറ്റൂ. അത് ഈശ്വര നിശ്ചയമാണ് മോളെ. എനിക്ക് കിട്ടിയ വേഷം വളരെ ചെറുതായിരുന്നു, പക്ഷേ എല്ലാ നിർദ്ദേശങ്ങളും തെറ്റിച്ച് ഞാൻ ഈ നാടകം അവസാനിപ്പിക്കാൻ പോവാ. എനിക്കറിയാം അവനിപ്പോ എവിടെയുണ്ടെന്ന്.